അങ്ങനെ ആ ജേണി ഞങ്ങൾ ടൊറന്റോയിലെത്തി. ടൊറന്റോയിൽ നിന്ന് സ്റ്റഡി പെർമിറ്റ് ഒക്കെ അടിച്ച് വാങ്ങി. നല്ല ലൈനപ്പ് ഒക്കെ ആയിരുന്നു. കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ്, ഇഷ്ടംപോലെ സ്റ്റുഡൻസ് വരുന്നൊരു ടൈമാണ്. അപ്പോൾ അവരുടെ നിന്ന് അതൊക്കെ കാനഡ ബോർഡർ സർവീസ് ഏജൻസി ഓഫീസറിൻ്റെ നിന്ന് അതൊക്കെ വാങ്ങി. എന്നിട്ട് അടുത്ത ഫ്ലൈറ്റ് ഞാൻ അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്തു. കാനഡയിൽ എന്റെ ഫസ്റ്റ് പർച്ചേസ് എന്താണ്? ഞാൻ ടിം ഹോട്ടൻസിൽ പോയി. വിശക്കൊന്നുണ്ട്, ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചൊക്കെ ദഹിച്ചു. അപ്പം ടിം ഹോട്ടൻസിൽ പോയി ഒരു ഡോനറ്റ്, ഒരു നോർമൽ ഒരു ഡോനറ്റും വാങ്ങി. ടിം ഹോട്ടൻസിൽ നിന്ന് ഒരു ഐസ് ക്യാപ്പും വാങ്ങി. $4.93. അതിന്റെ റെസിപ്റ്റ് ഇപ്പോഴും ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു ഒരു സുവനിയർ പോലെ, ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ എന്റെ റൂമിൽ ഇപ്പോഴും എന്റെ പെട്ടിയുടെ അകത്ത് ഇരിക്കുന്നുണ്ട്. അത് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കാൽഗറിയിലേക്ക് അടുത്ത ഫ്ലൈറ്റ് കയറി. പിന്നെ ടൊറന്റോയിൽ എത്തിയപ്പോഴേക്കും പിന്നെ ഫുള്ള് ഇവിടത്തുകാരാണ്, വൈറ്റ് പീപ്പിൾസ്. അപ്പോൾ അത് വേറൊരു റിയാലിറ്റി ഹിറ്റ് ആയിരുന്നു. പിന്നെ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത, ഞാൻ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, പക്ഷെ എനിക്കെന്തോ ഇവരോട് ഇംഗ്ലീഷ് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. ഞാൻ സംസാരിക്കുന്ന ഇംഗ്ലീഷ് കറക്റ്റ് ആണ്, ലൈക്ക് നമ്മുടെ ഇന്ത്യൻ ആക്സെന്റ്, നമ്മുടെ ചില പ്രൊനൗൺസിയേഷൻ, പിന്നെ എന്താ പറയാ, പിന്നെ ചില വാക്കുകളൊക്കെ നമ്മളിവിടെ നാട്ടിൽ കാർപോർച്ച് എന്ന് പറയുന്നു, ഇവിടെ ഗരാജ്. ഇപ്പൊ നമ്മള് ലൈക്ക് ഇന്ത്യയിൽ നമ്മളെ പഠിപ്പിച്ചത് ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് വേണേൽ നമുക്ക് പറയാം. അപ്പം പക്ഷെ വേറെ കാനഡയിൽ ഇവർ സംസാരിക്കുമ്പം അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. അപ്പം ലൈക്ക് ദ വേർഡ്സ് ദാറ്റ് യൂസ് ഫോർ ദ സെയിം തിങ്സ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. മറ്റേ എന്താ പറയുക, സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ പിന്നെ ലൈക്ക് നമ്മൾ മോജം ഫ്രീ എന്ന് പറയും, സൂപ്പർ മാർക്കറ്റ് എന്ന് പറയും. പിന്നെ എന്താ പറയുക, ഗരാജ്, ഗ്യാസ്, പെട്രോൾ, എല്ലാം ലോറി, ട്രക്ക്. അങ്ങനെ അതൊക്കെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ചമ്മല്, പേടി, മടി, നാണം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതിലായിരുന്നു. പിന്നെ ഞാൻ വന്നിറങ്ങിയതും എനിക്ക് താമസമൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് താമസം അങ്ങനെയല്ല, താമസം എനിക്ക് ആവുന്നത് ഞാൻ വരുന്നതിന്റെ തലേ ദിവസമാണ്. വീട്ടുകാർ വാസ് ടെൻസ്ഡ്, ഞാനും ടെൻസ്ഡ് ആയിരുന്നു. കേൾക്കുന്ന എനിക്കൊരു ടെൻഷൻ ഉണ്ട്. അത് എനിക്ക് ചെന്ന് ഇറങ്ങി താമസിക്കാനായിട്ടൊരു സ്ഥലം ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഏജൻസി ത്രൂ ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പള്ളി ത്രൂ ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു അലക്സ് എന്നും പറഞ്ഞൊരു ചേട്ടായി, പുള്ളി എന്നെ തലേദിവസം വിളിച്ചു. ഞാൻ കയറി പോരുന്നതിന്റെ തലേദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എടാ അതിന്റെ അലക്സ് ചേട്ടായി ഇവിടെ ഉണ്ട്, നീ ഇങ്ങനെ കയറി വാടാ. അപ്പൊ പുള്ളി വന്നു, പുള്ളി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തു. 1 month ഞാൻ അലക്സയുടെ ഒപ്പം സ്റ്റേ ചെയ്തു. അവരുടെ വീട്ടിൽ തന്നെ. അലക്സയുടെ വൈഫ് എന്തോ നാട്ടിൽ പോയിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു 1 month ടൈമിൽ ചേട്ടായി എന്നെ അലക്സയുടെ വീട്ടിൽ സ്വന്തം അനിയനെ പോലെ ടേക്ക് കെയർ ചെയ്തു. അപ്പോൾ നല്ല കാര്യമായിട്ട് എന്നെ കാൽഗറി ഫുള്ള് നടത്തി കാട്ടിച്ചു തന്നു. എനിക്ക് വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞില്ല ഇൻട്രോവേർട്ടഡ് ആയിട്ട് ഒരു ആളാണ്. ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഒരു എംപ്ലോയറുടെ അടുത്ത് പോയി ഇങ്ങനെ സ്റ്റേൺ ആയിട്ടൊന്ന് സംസാരിക്കാനോ റെസ്യൂമെ ഡ്രോപ്പ് ചെയ്യാനോ ഒക്കെ ഭയങ്കര ചമ്മല്, മടി, പേടി. ഞാൻ അങ്ങ് പുള്ളിയോട് ജോലി ചോദിച്ചാൽ പുള്ളിക്ക് എന്ത് തോന്നും, അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരുന്നു. പിന്നെ അലക്സേട്ട എന്നെ ഫുൾ കാലിഗ്രഫി ഒക്കെ കാണിച്ചു തന്നു. പിന്നെ ഞാൻ താമസം മാറി. ഞാൻ മാറിയത് എന്താ പറയുക, കുറെ ബാച്ചിലേഴ്സ് ഒക്കെ കഴിഞ്ഞ് വന്ന് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചേട്ടായിമാരുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ അവര് എന്താ പറയുക, ഞാൻ +2 കഴിഞ്ഞ് വന്നതാണ്. പക്ഷെ എന്നാലും അവർന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരിയർ ഫോക്കസ് ചെയ്ത്, കരിയർ ഓറിയന്റഡ് ആയിട്ട് അവർക്ക് ലൈഫിൽ ഏതെങ്കിലും ഒരു ലെവലിൽ എത്തണം, ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് എത്തണം. അവർ ഭയങ്കര ഡിറ്റർമിനേഷൻ, ഗോൾ ഓറിയന്റഡ് ആയിട്ട് വന്ന ആൾക്കാർ, ആ ഒരു സർക്കിള്. ഞാൻ ആ ഒരു സർക്കിളിലേക്ക് വന്ന് പെടുന്നു. അപ്പൊ അവരും അങ്ങനെ ഓടുമ്പോൾ, നമ്മുടെ ഒപ്പം ഉള്ളവർ അങ്ങനെ ഓടുമ്പോൾ നമ്മളും അവരുടെ ഒപ്പം ഓടിയില്ലെങ്കിൽ നമ്മളെവിടെ എത്തൂല. അപ്പൊ ഞാനും എന്താ പറയാ, അവരുടെ ഒപ്പം ഓടാൻ തുടങ്ങി. മീൻസ് അത് ആ ഒരു ഗ്രൂപ്പ് ലൈക്ക് മേ ബി ഗ്രിൻസിന് ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ടാവും. കാരണം നിന്റെ ചുറ്റുമുള്ള ആൾക്കാർ ഇങ്ങനെ ലൈക്ക് അവർ ഇത്രയും ഹസിൽ ചെയ്യാണ്, അവര് ലൈക്ക് ഗുഡ് റിസൾട്ട്സ് കൊണ്ടുവരികയാണ്. അപ്പം നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ലൈക്ക് എന്താ പറയാ, ലൈക്ക് അവര് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇഫ് ഐ ട്രൈ ദ സെയിം തിങ്, ചിലപ്പോൾ അത് എനിക്കും സക്സസ്ഫുൾ ആവാന്നുള്ളൊരു മോട്ടിവേഷൻ ആ ഒരു ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിൽ പഠിക്കുന്ന ഒരു അക്കാഡമിക്സിൽ അവർ അടിപൊളിയായിരുന്നു. അവര് സോഷ്യലി അവരുടെ ഓരോ കോളേജുകളിൽ ഓരോ ഇതുണ്ടാവല്ലോ, ക്ലബ്ബുകൾ, അതിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പം അവരുടെ ഒപ്പം നടന്നുകൊണ്ട് അവർ എൻ്റെ ഈ കോളേജുകളിലൊക്കെ എംപ്ലോയ്മെന്റ് സെന്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ജോലിക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരിൽ നിന്ന് ഞാനത് പഠിച്ചു, യൂട്ടിലൈസ് ചെയ്യാനൊക്കെ പഠിച്ചു. എന്നിട്ട് എന്താ പറയുക, അവരുടെ ഒപ്പമുള്ള പിന്നെ മമ്മി, ഞാൻ ആ ഒരു ഏജിൽ വന്നുകൊണ്ട് മമ്മി എപ്പോഴും ഇവരെ വിളിച്ച്, ചേട്ടായിമാരെ വിളിച്ചപ്പോഴും തിരക്കുന്നുണ്ടായിരുന്നു. അതെ, ഞാൻ ഓക്കെ ആണോ, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, ഭംഗിയായിട്ടൊക്കെയാണോ പോകണം. 19 വയസ്സെന്ന് പറയുന്നത് ലൈക്ക്
ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം പിന്നെന്താ പറയാ, ഒരു ലൈക്ക് ഒരു ചെറിയ കുട്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 19 വയസ്സെന്ന് പറഞ്ഞാൽ മീൻസ് ലൈക്ക് ഈവൻ ദോ ലൈക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരാള് വേണമെങ്കിൽ ഒരു അഡൾട്ട് എന്ന് വിളിക്കുക എങ്കിലും, പക്ഷേ ലൈക്ക് ഇമോഷണലി ആണെങ്കിലും പിന്നെന്താ പറയാ, മീൻസ് ലൈക്ക് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ 19 വയസ്സെന്ന് ഇപ്പൊ എനിക്ക് കേൾക്കുമ്പോൾ ലൈക്ക് എനിക്കൊരു ചെറിയ ഒരു കുട്ടീനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ലൈക്ക് നോ ഒഫൻസ്, സോറി. എന്നിട്ട് പിന്നെ കാനഡയിലൊക്കെ വന്നു, പിന്നെ അവരുടെ ഒപ്പം താമസിച്ചു. പിന്നെ അതിന്റെ ഇടയിൽ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ഉണ്ടായി. ഹൗ വാസ് യുവർ ഫസ്റ്റ് സ്നോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. സൗത്ത് ഇന്ത്യ, നമ്മൾ വരുന്ന സൗത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി നമുക്ക് അവിടെ മഞ്ഞില്ല, മഴയും പിന്നെ വെയിലും. മഴയും വെയിലാണ് ഉള്ളത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു, ലൈക്ക് ഹൗ വാസ് യുവർ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ്? ലൈക്ക് സ്നോ കണ്ടപ്പോ എന്ത് തോന്നി? സ്നോ കണ്ടപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു. ഒരു സാറ്റർഡേ ഞാൻ രാവിലെ പള്ളി പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഫസ്റ്റ് ആയി സ്നോ കാണുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വലിയ ബൂട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, വിന്റർ ബൂട്ട്, സ്നോയിൽ ഇടാനുള്ള ബൂട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബൂട്ടൊക്കെ ഇട്ട് വലിയ കാര്യമായിട്ട് സ്നോ ഒക്കെ കണ്ടി ബേസ്മെന്റിൽ താമസിക്കുന്നത്, ബേസ്മെന്റിന്റെ വിൻഡോയിൽ കൂടെ സ്നോ കണ്ടാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ എണീച്ചിട്ട് ഞാനാണെങ്കിൽ ബൂട്ടൊക്കെ ഇട്ട് റെഡിയായി പള്ളി പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ മേളിൽ നിലയിൽ ചെന്നു, താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഡോറ് തുറന്ന് ഫസ്റ്റ് എൻ്റെ സ്നോയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് ഞാൻ വെച്ചപ്പോഴേക്കും പ്ലങ്ക്. തമാശല്ല സീരിയസ് ആയിട്ട് പറഞ്ഞ. ഞാനാണെങ്കിൽ തെന്നി, സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, 5-6 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ടക്ക് 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 ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നിലത്തിരുന്ന്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അതാണ് എന്റെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ്. എല്ലാവരും പറയും വലിയ സ്നോ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്, എന്താ പറയാ, സ്നോ ഒക്കെ എടുത്ത് എറിഞ്ഞു. അതൊക്കെ പിന്നീട് ചെയ്തു. പക്ഷെ എന്റെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് അതായിരുന്നു. സ്നോയിൽ തെന്നിയടിച്ചു വീണു. പക്ഷെ കാരണം സ്നോയിൽ നടക്കുമ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. എനിക്കറിയത്തില്ല, ആദ്യമായിട്ടാ സ്നോയിൽ ഇറങ്ങാം. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ്. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ കോളേജിൽ നിന്ന് എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. നമ്മുടെ ഇവിടത്തുകാരായിട്ടുള്ള അവര് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കാരണം പെട്രോൾ എഞ്ചിനീയറിംഗ് ഇവിടുത്തെ മെയിൻ ഇൻഡസ്ട്രി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറെ അങ്ങനത്തെ വെള്ളക്കാര് പിള്ളേരും പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഫ്രണ്ട്സായി. അങ്ങനെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയി. അന്നേരം പാർട്ട് ടൈം ജോലി ആയിട്ടില്ലായിരുന്നു, ഒരു 3-4 months എടുത്തു. 4 മാസം. കാരണം എനിക്ക് പഠിക്കാനും ഉണ്ടായിരുന്നു വർക്ക് ലോഡ്. കോളേജ് പെട്രോളിയം എഞ്ചിനീയറിംഗ് ടെക് എഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇന്റൻസ് കോഴ്സ് ആണ്. ആലോക് പറയണത് ഇവനും അത് തന്നെ ചെയ്തിട്ട് ഇവനും അറിയാം. Unfortunately, no, it's not unfortunately. Fortunately, I did the same course. He also did the same thing. അപ്പോൾ എന്താ പറയാ, അപ്പോൾ വീട്ടിൽ വിളിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു, കാര്യം എഡ്യൂക്കേഷൻ ലോണൊക്കെ ഉണ്ടെങ്കിലും അപ്പനും അമ്മയും സപ്പോർട്ടീവ് ആയിട്ട് പറഞ്ഞു, നീ പഠിക്കാൻ വേണ്ടിയാ പോയത്, പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യും. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. ലൈക്ക് ഭയങ്കര ആ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത്. കാരണം കുറച്ച് കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്, ലൈക്ക് അവര് ഭയങ്കര പ്രഷറൈസ്ഡ് ആയിട്ട് ലൈക്ക് ജോലി കിട്ടിയിട്ടില്ല, സെറ്റ് ആക്കണം, മീൻസ് അങ്ങനെ. ആ കാര്യത്തിലൊക്കെ എന്റെ പപ്പയും മമ്മിയും എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തു. അവരെന്നോട് പറഞ്ഞു, നീ ഇപ്പൊ കാശിനെ കുറിച്ച് നീ വറി ചെയ്യണ്ട, നീ പഠിക്കാനാ പോയത്, പഠിത്തത്തിൽ നീ ഫോക്കസ് ചെയ്യും. അത് വളരെ നല്ല അമേസിംഗ്. ഞാൻ ഇപ്പൊ പിന്നെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്തു. പിന്നെ എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടുന്നത് 2020 ജനുവരി ഒരു വെയർ ഹൗസ് ഡിഷ് വാഷിനൊക്കെ ഇങ്ങനെ ക്യാഷിലൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. മറ്റേ ഈ 2 countries സിനിമ പറയണം, മറ്റേ വലിയ ഇതിനകത്ത് ഇങ്ങനെ കിടന്നിരുന്നൊക്കെ ഒരു ബിരിയാണി ചെമ്പിന്റെ ഒക്കെ ഉള്ളിലിരുന്ന് ഒരു മലയാളി റെസ്റ്റോറന്റിൽ ബിരിയാണി ചെമ്പിന്റെ ഉള്ളിലേക്ക് ഇരുന്ന് കഴുകിയിട്ടുണ്ട്. അല്ല മീൻസ് ഐ ക്യാൻ റിലേറ്റ് ടു ഇറ്റ്, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചു പോകുന്നത്. എന്നിട്ട് പിന്നെ പറഞ്ഞ 2020 ജനുവരിയിൽ വെയർ ഹൗസ്, അത് സിറ്റിയുടെ ബോർഡറിലാണ് ഈ പറഞ്ഞ വെയർ ഹൗസ്. ട്രാൻസ്പോർട്ടേഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ ഇവിടെ തുടക്കത്തിലേ പറഞ്ഞു, ഞാൻ പോകുന്ന വഴിയിലൊക്കെ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ആരോ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വെയർ ഹൗസിൽ എന്തെങ്കിലും ആവട്ടെ കിട്ടണ ജോലി എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഞാൻ 2 കൂട്ടുകാരെ കാണുവാണ്. ഞാൻ അവിടെ മലയാളം പള്ളിയിലൊക്കെ പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഐ എം സീയിങ് ദം ദെയർ. അപ്പോൾ എന്താ പറയാ, എനിക്ക് ദൈവം എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളൊരു ഫീല് വന്നു. അപ്പോൾ പിന്നെ അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പിന്നെ ഈ സിറ്റിയുടെ ബോർഡറിലാന്ന് പറഞ്ഞല്ലോ, അപ്പം ഞാൻ ട്രെയിൻ എടുത്ത് സിറ്റിയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് സാരൽ ടൗൺ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ചെല്ലുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ അവന്മാരെന്നെ പിക്ക് ചെയ്യുവാണ് ജോലിക്ക് വേണ്ടി. അവന്മാർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അവന്മാരെന്നെ പിക്ക് ചെയ്യുവാണ്, അവന്മാരെന്നെ ജോലിക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ കോവിഡ് വന്നപ്പോൾ ഈ പറഞ്ഞ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ കുറച്ച് നാളത്തേക്കൊക്കെ ഒന്ന് സ്റ്റോപ്പായി. അന്നേരം ഇവന്മാര് പേരെടുത്ത് തന്നെ പറയാം, ഷോണും രോഹിത്തും പിന്നെ ജിജോ ഉണ്ട്. ഇവര് 3 പേരും കൂടെ എന്നെ എന്താ പറയാ, എന്നെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു, ജോലിക്ക് കൊണ്ടേയാക്കുന്നു, ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടേയാക്കുന്നു. അവന്മാർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ലടാ, പക്ഷെ അവന്മാരത് ചെയ്തു. അപ്പോ അവന്മാരോടൊക്കെ എന്താ പറയാ കടപ്പെട്ടിരിക്കുന്നു.
ആ ഒരു ടൈമിൽ. ആൻഡ് ഗ്രിൻസ് ലൈക്ക് ഫോർ മൈ പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് എവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്? ഞാൻ യൂണിവേഴ്സിറ്റി സൈറ്റിന്റെ ഒക്കെ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. ഓ, അപ്പം ഓൾമോസ്റ്റ് 1 hour കമ്മ്യൂട്ട് തന്നെ മീൻസ് ലൈക്ക് സാഡൽ ടൗണിലേക്ക് എത്താൻ വേണ്ടി. അതും വിന്റർ ടൈമും കൂടിയല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പോണം. അപ്പോൾ അങ്ങനെ പാർട്ട് ടൈം ജോലിയൊക്കെ മുന്നോട്ട് പോയി, അങ്ങനെ പോയി. Was it easy for you to balance both part time and studies together? ഇത് വീക്കെൻഡ്സ് ആയിരുന്നു. വീക്കെൻഡ്സ് മാത്രമേ? വീക്കെൻഡ്സ് മാത്രം. എത്ര hours കിട്ടും? 10 hour ഷിഫ്റ്റ് ആയിരുന്നു. 10 hours. സാറ്റർഡേ ആൻഡ് സൺഡേ 20 hours. അന്ന് 20 hours ആയിരുന്നു. 10 hour shift Saturday and Sunday എന്നിട്ട് 20. Oh, you're so lucky then. Yes. ആ ഒരു കേസിൽ ഞാൻ ലക്കിയാണ്. Yeah. എന്നിട്ട് പിന്നെ ഞാൻ ആ ഒരു സമ്മറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ ഈ പറഞ്ഞ കോവിഡ് വന്നു. കോളേജ് എല്ലാം ഓൺലൈനായി, ക്ലാസ് ഒക്കെ ഷിഫ്റ്റായി. പിന്നെ വന്ന് ഞാൻ നമ്മുടെ ഒരു പള്ളിയിൽ ഒരു ചേട്ടായി, ബേസിലേട്ടായുടെ പരിചയത്തിൽ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് എന്നും പറഞ്ഞൊരു ഫാർമസി ഉണ്ട്, അവിടെ ക്യാഷ്യറായിട്ട് കയറി. പിന്നെ ഞാൻ അവിടെ ഒരു 4 years എടുത്ത് വർക്ക് ചെയ്തു. എനിക്ക് വേറെ ജോലി കിട്ടിയപ്പോഴും, പഠിത്തം കഴിഞ്ഞ് വേറെ ജോലി കിട്ടിയപ്പോഴും ഞാനവിടെ പാർട്ട് ടൈം ആയിട്ട് സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ എൻ്റെ മാനേജറുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരുടെ പേര് സുമി എന്നാണ്. അപ്പോൾ സുമി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാ കാര്യത്തിനും. സുമി എൻ്റെ പഠിത്തവും എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എനിക്ക് സ്കെഡ്യൂളൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് തരുമായിരുന്നു. ഇനി പുള്ളിക്കാരത്തിയോടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അങ്ങനെ ഗ്രാജുവേറ്റായി 2021 ഷോപ്പേഴ്സിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ ക്ലാസ് ഓൺലൈനായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയി 2021 ഏപ്രിൽ അവസാനം ഗ്രാജുവേറ്റ് ആവുകയാണ്. 2019 വന്ന ഞാൻ 2 year How was your graduation? കോവിഡ് ആയിരുന്നില്ല. ഫോർച്ചുനേറ്റ് ആണോ എന്നിവ ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു. പിന്നെയാണ് കാനഡയിൽ വന്ന കാര്യം നടന്നു. പഠിക്കാൻ വന്ന കാര്യം നടന്നു. അതും ഭംഗിയെ പൂർത്തീകരിച്ചു. ഇനിയാണ് മെയിൻ സംഭവം. എന്താ? ജോലി. അത് വേണ്ടേ. അപ്പോൾ അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വന്നതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ഭയങ്കര ഡൗൺ ആയിരുന്നു. എനിക്ക് അത് തന്നെ. അപ്പോൾ കുറേ കമ്പനികൾ ഒരു കമ്പനിനെ വാങ്ങുന്നു, ആൾക്കാർ ലേ ഓഫ് ആവുന്നു, ലേ ഓഫ് ആയ ആൾക്കാർ ജോലിക്ക് അന്വേഷിക്കുന്നു. അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് എടുക്കുകയുള്ളൂ. പിന്നെ ഒപ്പമുള്ള കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഫീൽഡ് മാറുന്നതായിരിക്കും നല്ലത്. പിന്നെ +2 കഴിഞ്ഞ് വന്ന് നിനക്ക് PR കിട്ടാനൊക്കെ പാടായിരിക്കും, നീ എന്താ പറയുക വേറെ എന്തെങ്കിലും ഓപ്ഷൻ തപ്പണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അനാവശ്യമായ ഒപ്പീനിയൻസ് കുറേ വന്നിട്ടുണ്ട്. പക്ഷെ എന്നോട് പറഞ്ഞു PR-ന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും പ്രൊവിൻസിലൊക്കെ പോകും, എന്നിട്ട് അവിടെ പോയി ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ ഞാൻ അന്നേരം എടുത്ത തീരുമാനമാണ്, എനിക്ക് ഞാൻ പഠിച്ച ഫീൽഡിൽ ജോലി മതി. ഞാൻ PR-നെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ PR-നെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ജോലി നോക്കിയാൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നു, റിജക്ഷൻ വരുന്നു. കാലിഫോർണിയ തന്നെ ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. ലെവൽ ഇന്റർവ്യൂവിനും വിളിച്ചു, സെക്കൻഡ് ലെവൽ ഇന്റർവ്യൂവും പോയി അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ദേണ്ട വന്ന് കിടക്കണം. എന്ത് എനിക്കറിയുന്ന ഗ്രിൻസ് എന്ന് പറയുന്നത് ലൈക്ക് എല്ലാവരുടെ സംസാരിക്കുന്ന ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ സെയിം മനുഷ്യൻ ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനിപ്പോ എല്ലാ ഇന്റർവ്യൂവിനും പോയപ്പോഴും എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഷോക്കേസ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പ്രൊജക്ടിനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അലക്കും. ആഫ്റ്റർ 4.5 years നാട്ടിൽ പോയി. ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. റെക്കോർഡ് ആയാൽ മതിയായിരുന്നു.